ഹലോ നമസ്കാരം. NBRKന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വീടായിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, അമ്പലം ആയിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ റിമോട്ട് കൺട്രോൾ ഉള്ള ഫാനാണ് ഫിറ്റ് ചെയ്യുന്നത് അല്ലേ. BLCD ഫാനാണ്, BLDC ഫാനാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫാന് ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി കാറ്റാണ്, നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കുക. വേറെ റെഗുലേറ്റർ കാര്യങ്ങളൊന്നുമില്ല, റിമോട്ടുമ്പോൾ കൺട്രോൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു സാധനം കംപ്ലൈൻ്റ് ആയാലോ? ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ കുടിരിക്കൽ കഴിഞ്ഞു, പാലുകാച്ചൽ കഴിഞ്ഞു, കയറിയിരുന്നു. അപ്പോൾ അന്ന് സ്റ്റാർട്ടിങ്ങിൽ വെച്ച ഒരു ഫാനിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഓട്ടോമാറ്റിക് സ്പീഡ് കൂടി പോവുക, അതുപോലെ തന്നെ സ്പീഡ് കുറയുക, ആ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ നല്ല ആ ഒരേ സ്പീഡിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താവും പെട്ടെന്ന് കൂടുക, ഭയങ്കര സൗണ്ടിൽ കൂടും. അതിൻ്റെ മാക്സിമം സ്പീഡിലേക്കാണ് പോകുന്നത്. മിനിമം സ്പീഡിലും കറങ്ങുക, ഏറ്റവും മാക്സിമം സ്പീഡിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കമ്പനിയിൽ വിളിച്ചപ്പോൾ അട്ടന്നിട്ടാ നമ്മൾ വിളിച്ച ഉടനെ ഓടി വരികയും അതാണ് ആറ്റംബർഗ്. ഞാൻ അപ്പം തന്നെ അവരോട് പറയുന്നുണ്ടായില്ലേ, ഇതാണ് ആറ്റംബർഗിൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആട്ടോ, ഇഷ്ടപ്പെട്ടു. കാരണം വിളിച്ച ഉടനെ തന്നെ അവർ വന്ന് അവർ നേരെ ചെയ്തെന്താ വെച്ചാൽ അതിനുള്ള PCB ഉണ്ട്, ബോർഡ്, ഒരു മദർ ബോർഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ അടി ഇങ്ങനെ തിരിച്ച് കറക്കിക്കാണ്ട് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ബോർഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് എടുത്ത് അടുത്ത ബോർഡ് അവിടെ വെച്ച് അവർ സ്ഥലം ഇവിടുന്ന് വിട്ടും ചെയ്തിട്ടോ. അപ്പോൾ സാധനം അടിപൊളി ഒരു വർക്കിംഗ് ആണ്, ഇപ്പോൾ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇതൊരു ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം 2 വർഷമാണ് കമ്പനി വാറണ്ടി പറയുന്നത്. 2 വർഷത്തിനുള്ളിൽ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും കമ്പനി നോക്കും. 2 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ നോക്കണം, നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ശരിയാക്കിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ല ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ബോർഡ് ഒന്നെങ്കിൽ ഈ ഒരു ബോർഡ് കൊണ്ട് ഒന്നെങ്കിൽ ഡെഡ് ആവാം, തിരിയാതിരിക്കാം, അതുപോലെ തന്നെ സ്പീഡ് കുറയാതിരിക്കുക, ചിലപ്പോൾ റിമോട്ട് കൺട്രോൾ പിടിക്കാതിരിക്കുക, അതൊക്കെ എല്ലാ ഫംഗ്ഷനുള്ള ഒരു ബോർഡാണ് ഈ ഒരു PCB ബോർഡ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോർഡ് മാറ്റുന്ന ചെറിയൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞവരുണ്ടാവും, അവർക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ സാധനം ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ ഒരു PCB ബോർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ കോമൺ ആയിട്ട് ആറ്റംബർഗ് ഒരുപാട്, ഏകദേശം ഇപ്പോൾ അവർ കമ്പനി തന്നെ പറയുന്നുണ്ട് ഏകദേശം 25,000 അങ്ങനെ എന്തോ മലപ്പുറം ജില്ലയിൽ ഇവർ ഇത് വിറ്റ് കഴിഞ്ഞെന്നാണ് പറഞ്ഞത് ഫാന്. അപ്പോൾ അത്രയും വീടുകളിൽ ഈ ഫാന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഫാന് പോയ സ്ഥിതിക്ക് അത് 2 വർഷം കഴിഞ്ഞ് അത് വാറണ്ടി കഴിഞ്ഞു. ചിലപ്പോൾ അത് ഇലക്ട്രോണിക് സാധനമല്ല, എപ്പോഴും കംപ്ലൈൻറ്റ് വരാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്താൻ ഞാനിന്ന് വ്യത്യസ്തമായ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ സുഹൃത്തുക്കളതാണ് ആറ്റംബർഗിൻ്റെ ഫാനാണ്. അപ്പോൾ ഇത് സംഭവിച്ചാൽ നമ്മൾ റിമോട്ടിൽ ഫുള്ളാക്കി വെച്ചാലും ഇത് ഓട്ടോമാറ്റിക് കൂടുക ആ ഒരു പ്രശ്നം കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കാൻ വന്നിട്ടുള്ളതാണ്. ഇനി എന്താ മാറ്റുക എന്നുള്ളത് നോക്കാം കേട്ടോ. നിങ്ങളുടെ വീടോടെ ഒതുക്കുങ്ങലല്ലേ, കോട്ടക്കല സർവീസ് സെൻറ്ററിൽ. വീടിൻ്റെ പ്രശ്നം അപ്പോൾ സുഹൃത്തുക്കൾ ഇതാണ്ടോ ആറ്റംബർഗിൻ്റെ ഫാനിൻ്റെ ഉള്ളിൽ വരുന്ന LED കാര്യങ്ങളൊക്കെയാണിത്. ഓക്കെ, അതിൻ്റെ ബോർഡാണിത്, മെയിൻ ബോർഡ്. ഇതാണ് ഇതിൻ്റെ കൺട്രോളിങ് കേട്ടോ. ഇതിൻ്റെ റിമോട്ട് കൺട്രോളിംഗ് ഒക്കെ ചെയ്യുന്നത് ഇതാണ്, ഈ സാധനമാണ്. അതുപോലെ തന്നെ ഫാന് സ്പീഡ് കൂട്ടുന്നതും കുറക്കണമൊക്കെ ഈ സാധനം കേട്ടോ. അപ്പോൾ ഇത് കംപ്ലൈൻ്റാണ്. ഇതിപ്പോൾ ഇവർ മാറ്റിയിട്ടുണ്ട്, വേറെ പുതിയതിട്ടു, പഴയത് ഇങ്ങോട്ട് ഊരിയതാട്ടോ. അത് പഴയതാണ്. ഇതിൽ ഹലോ ഹായ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. സിമ്പിളായിട്ടാണ് ചെയ്തിട്ടോ, ഫാൻ മൊത്തത്തിൽ അയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞ ആളുകൾക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഈ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ലാഡർ വെച്ച് കയറുക, തിരിക്കുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ബോർഡ് അയച്ചെടുക്കുക, നേരെ സർവീസ് സെൻറ്റർ, ഇതിൻ്റെ റിപ്പയറിംഗ് സെൻറ്റർ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുക, ബോർഡാണോ കംപ്ലൈൻറ്റ്, എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് ചെക്ക് ചെയ്യിപ്പിക്കുക.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.